ദൃശ്യം 3. ഓക്കെ, ദൃശ്യം 3 കണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചു. സമയം 12:30. അതെ, കറക്റ്റ് 12. 9:15 ഷോയ്ക്കാണ് പോയത്. 1 മണിയാവാൻ പോകുന്നു. സോ അതുകൊണ്ട് വൈകിട്ട് നേരത്തെ ഷോയ്ക്ക് പോയി. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന ഇവിടുത്തെ ഒരു യൂഷ്വൽ ക്രൗഡ് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ന് 8:15 ഒരു ഷോ ഉണ്ട്, 9:15 ഒരു ഷോ ഉണ്ട്, 10 മണിക്ക് വേറൊരു ഷോ ഉണ്ട്. അപ്പം അപ്പം തേഴ്സ്ഡേയില് 3 ഷോ അവർ ഓടിക്കണം. അത് ഓൾമോസ്റ്റ് ഫുൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെ ഒരു നമ്മള് പുറത്ത്. അപ്പോ ദൃശ്യം 3 അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ആയിട്ടാണ് പോകുന്നത് വെച്ചാൽ 1 and 2 ഉണ്ട്. അതിൻ്റെതായ ഒരു എക്സ്പെക്ടേഷൻ ദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്തായാലും ആ ഒരു മർഡർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, വീഡിയോ മുന്നോട്ട് കാണുന്നതിന് മുന്നേ സ്പോയിലേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം സ്പോയിലേഴ്സ് തരാതിരിക്കാൻ. ഞങ്ങൾ എല്ലാം ഉള്ള ടെക്നിക്കൽ കാര്യങ്ങളെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ സ്പോയിലർ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അത് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോ ഒരു സ്പോയിലർ അലേർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. സോ പടം ഒരു സ്ലോ മൂവിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മളുടെ യൂഷ്വൽ ദൃശ്യം പടങ്ങൾക്ക് നമ്മളുടെ ഫസ്റ്റ് പടത്തിനൊരു ബിൽഡപ്പ് വേണ്ടായിരുന്നു, ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഫാമിലിയെ കാണിക്കാനായിട്ടുമുള്ളത്. ഇത് അവരിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു സ്ലോ മൂവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഭയങ്കര പേടിയും ഭയങ്കര രീതിയിലും ജീവിക്കുന്ന ജോർജ് കുട്ടിയുടെ ഫാമിലി എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതേസമയം അങ്ങനെ പേടിയില്ലാതെയും ജീവിക്കാനായിട്ടുള്ളത് ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ത് തോന്നുന്നു? ഓക്കെ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇന്ന് ഈ പടം ഞാൻ എൻ്റെ കാര്യം ആദ്യം തൊട്ടേ പറയുവാണെങ്കിൽ, ഞാൻ ഇന്ന് ഈ പടം കാണുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് നല്ല ഓർമ്മയുണ്ട്. രണ്ടാമത്തെ ഭാഗം എനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് പടത്തിന് പോകുന്നതിന് മുന്നേ രണ്ടാമത്തെ മൂവി ഇരുന്ന് കണ്ടിട്ടാണ് പോയത്. പക്ഷെ അത് ഒരു പ്ലസ് പോയിന്റ്, കാണേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇവർ ഈ പേര് എഴുതി വരുമ്പോൾ തന്നെ ഈ ഒന്നിനും സംഭവിച്ചത് രണ്ടിലും സംഭവിച്ചത് ഇവര് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പം തന്നെ നമുക്കെല്ലാം ഓർമ്മ വരും. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ സ്ലോ മൂവിങ് ആയിട്ട് ശരിക്കും എനിക്ക് തോന്നിയില്ല. എനിക്ക് തിരിച്ച് ഉൾട്ടയായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നിയത് സ്ലോ മൂവിങ് അല്ല. ഇപ്പൊ നമ്മൾ ദൃശ്യം 1 എടുത്താലും ദൃശ്യം 2 എടുത്താലും ആദ്യം ആ ഒരു ഫസ്റ്റ് ഒരു 1 hour എന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണ്, അവരുടെ ലൈഫ് എങ്ങനെയാണെന്നാണ് 2 മൂവിയിലും കാണിച്ചേക്കുന്നത്. ഇതൊരു പകുതി തൊട്ടാണ് ആക്ച്വലി ഈ 2 മൂവിലും കണ്ടുവരുന്ന പോലെ കേസ് റീഓപ്പൺ ആവുന്നു, അല്ലെങ്കിൽ കേസിന്റെ എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കാം എന്നുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സോ എനിക്ക് ആദ്യം ശരിക്കും അത് ലാഗായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് കണ്ടതുകൊണ്ടാണ്. സെക്കൻഡിനകത്ത് ആദ്യമേ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അണ്ടർ കവർ കോപ്സ് അവിടെ താമസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ട്വിസ്റ്റുകളൊക്കെ അതിനകത്ത് ആദ്യമേ കൊണ്ടുവന്നതുകൊണ്ട്, ആ ഫസ്റ്റ് 1 hour തന്നെ എല്ലാ ട്വിസ്റ്റുകളും കൊണ്ടുവന്നതുകൊണ്ട് ഇതൊരു അന്വേഷണമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് മനസ്സിലായത് കൊണ്ടുള്ളതാന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ ചില ട്വിസ്റ്റുകൾ ഇതിനകത്തും കാണിക്കുന്നുണ്ട്. ഞാനത് സ്പോയിലർ അലേർട്ട്, പറമ്പിലെ ഇൻസിഡന്റ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തുവാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ക്യാമിയോ ഒക്കെ ഉണ്ട്, അത് പറയുന്നില്ല. സോ എനിക്ക് ഉൾട്ട അടിച്ചു എന്ന് തോന്നിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഈ പറഞ്ഞ ഒരു മിനിമം എക്സ്പെക്ടേഷനിലാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. പക്ഷെ പടം എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വണ്ടർഫുൾ എന്ന് പറയാനും പറ്റത്തില്ല, എക്സ്പെക്ട് ചെയ്തതിന് ബിലോയും അല്ല. എന്ത് എക്സ്പെക്ട് ചെയ്തോ അതുപോലെ തന്നെയാണ് പടം. 1ലും 2ലും നമ്മൾ എന്ത് കണ്ടോ അതേ ഒരു സംഭവം തന്നെയാണ് 3ലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് സംഭവിച്ചത്, ആ കേസ് റീഓപ്പൺ ആവുന്നു, പുള്ളി എന്തും ചെയ്ത് അതിൽ നിന്ന് ആ ഫാമിലിയെ സേവ് ചെയ്ത് പുള്ളി മുന്നോട്ട് പോകാൻ നോക്കുന്നു എന്നാണ് കഥ. അത് സെയിം കഥയാണ് ഇതിനകത്തും. പക്ഷെ ഇതിനകത്ത് എനിക്ക് വേറൊരു സംഭവം തോന്നിയത്, മറ്റു 2 പടങ്ങൾക്കകത്തും ആ ചെയ്യുന്ന പ്രോസസ്സ്, രക്ഷപ്പെടാനുള്ള പ്രോസസ്സ് കുറച്ച് ഒന്നാമത്തെ കാര്യം മിനിമലായിരുന്നു. അത് അവർ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഘട്ടമായിട്ടാണ് മറ്റു 2 പടത്തിലും പോയത്. ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് വാരി കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ
ഒരുപാട് സ്റ്റെപ്പ് ഈ വട്ടം ഉണ്ടായിരുന്നതാനും അത് ഭയങ്കര ഫാസ്റ്റിലാണ് പോയത്. ഓക്കെ. ഇന്റർവെല് വരെ വന്നത് എങ്ങനെ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇന്റർവെൽ ആയോ? കാരണം അതുവരെ കഥയൊന്നുമില്ല. പറഞ്ഞ പോലെ ഇന്റർവെല് വരെ ഡെഫിനറ്റ്ലി ഒരു സ്ലോ പേസ് ആയിട്ടായി എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് നമ്മളൊരു ജീത്തു ജോസഫ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംവെയർ, എന്തെങ്കിലും ഒരു റിവീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കാണുന്നത് കറക്റ്റ് ഇന്റർവെല്ലായിരുന്നു ഒരു റിവീലിംഗ് നടക്കുന്നത്. ഒരു റിവീലിംഗ് ആയിട്ട് നടന്നത് ഇന്റർവെൽ സീനിലായിരുന്നു. അതിന് മുമ്പ് വരെ ഇങ്ങനെ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ജോർജ് കുട്ടി, അതേസമയം പേടിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് കുട്ടി, പേടിയുള്ള ഭാര്യയ്ക്ക് ആശ്വാസം കൊടുക്കുന്ന ജോർജ് കുട്ടി, അങ്ങനെ ഒരു ജോർജ് കുട്ടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഇതിനകത്തൊരു ചേഞ്ച് നമുക്ക് തോന്നിയത്, സ്പോയിലർ അലേർട്ട്, ഈ മൂവിക്കകത്ത് തിരിച്ചാണ്. ജോർജ് കുട്ടിക്കാണ് പേടി, ബാക്കി ആർക്കും പേടിയില്ല. അതൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു ആക്ച്വലി. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിനകത്തുള്ള ആ ഒരു പോക്ക് കണ്ടപ്പോഴേ ജോർജ് കുട്ടിയാണ് കൂടുതലും ഈ സിനിമയിൽ. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ നമുക്കൊരു ഒരു സംഭവം ആദ്യം ഇട്ട് തന്നെ എന്തിനാണ് ഇവനീ പേടിക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫാക്ടർ. പിന്നെ ഹോൾ മേക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മേക്കിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ടെക്നിക്കലായിട്ട് മേക്കിങ്ങിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ആസ് എ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യമാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2 ആണ് റീസെൻ്റ്ലി ഇന്ന് കണ്ടുകൊണ്ട് എൻ്റെ തലയിലിരിക്കുന്നത്. അതിനകത്ത് എന്താണ്, അസ്ഥികൂടം മാറ്റുന്നു, അതിൻ്റെ പ്രോസസ്സ് എന്തുവാണെന്ന് അറിയുന്നു, പുള്ളി ഒരു കഥ എഴുതുന്നു, അത് ഈ കഥ ബേസ്ഡ് ആയിട്ട് പോലീസുകാർ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് ഒരു ബേസിക് സമ്മറി എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്കിപ്പം കണ്ടിട്ടുള്ളെങ്കിൽ തന്നെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഓർക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ നടന്നു. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് നമ്മളിങ്ങനെ നമ്മളത് ഒന്ന് ഇത് വരുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എസ്പെഷ്യലി നമ്മുടെ മുരളി ഗോപിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഫുൾ സംഭവം, മുരളി ഗോപിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞ് നമ്മുടെ IG മുരളി ഗോപിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞിട്ട് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരു ഫാസ്റ്റ് പേസ്. ഞാൻ നേരത്തെ പറഞ്ഞ അതിനെക്കാട്ടി അത് കറക്റ്റ് ഓപ്പോസിറ്റ്. ആ സ്റ്റോറിയിൽ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് കുറേ ഡീറ്റെയിൽസ് മുന്നിലേക്ക് വരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങൾ. പിന്നെ ഞാൻ മേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ വലിയൊരു ഭയങ്കര ടെക്നിക്കൽ, നമ്മളുടെ പണ്ട് നല്ല വെർട്ടിഗോ മൂവ്മെൻറ്റും അങ്ങനെയൊക്കെ വെച്ചായിരുന്നു ജോർജ് കുട്ടിയുടെ കണ്ണടയ്ക്കലും ഒക്കെ നമ്മൾ അതിനകത്ത് കണ്ട്. പക്ഷെ അതൊന്നും ഇത് വളരെ പ്ലെയിൻ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. വളരെ വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു സിനിമയായിട്ട് തോന്നി. വുഡ് ഐ റെക്കമെൻഡ് ടു ഗോ ടു സീ ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്? ഓബിയസ്ലി നിങ്ങളൊരു മൂവി ആളാണെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു മൂവി ഫെനാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ദൃശ്യം തിയേറ്ററിൽ പോയി കാണാവുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എൻ OTT വർത്ത്. ഒരു OTT വർത്ത് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വാട്ട് ഡു യു തിങ്ക്? ശരിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ പോയി കാണല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ തിയേറ്ററിൽ പോയി കാണുന്നതിലാണ് അതിന്റെ ആ മൂവിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അത് സക്സസ് എന്ന് മാത്രമല്ല, അതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ കാണാൻ പറ്റിയില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, OTT കാണുന്നെങ്കിൽ, സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, നിങ്ങൾ OTT കാണുന്നെങ്കിലും ഒത്തിരി അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അയ്യോ എനിക്ക് പോയി കാണാൻ പറ്റിയില്ലല്ലോ, ഞാൻ തിയേറ്ററിൽ കണ്ടെങ്കിൽ കുറച്ചുകൂടെ. പക്ഷെ അതുപോലത്തെ പല സിനിമകളും എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലോകയൊക്കെ OTT കണ്ടത്. എന്റെ സാഹചര്യം വെച്ച് എനിക്ക് ലോകയൊക്കെ OTT കണ്ടത്. പക്ഷെ അതൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചൊരു സിനിമയാണ്. പക്ഷെ ഇത് ഇറ്റ്സ് ലൈക്ക് ദി അതർ, ലൈക്ക് ഓക്കെ, ഇത് തിയേറ്റർ മിസ്സായിരുന്നെങ്കിലും OTT ഐ വിൽ ബി സാറ്റിസ്ഫൈഡ് ആസ് എ മൂവി. ഞാൻ ഭയങ്കര ഒരു മൂവി ഫെനാറ്റിക് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ OTT സാറ്റിസ്ഫൈഡ് ആയേനെ. അങ്ങനൊരു പടമാണ്. സോ ഓവറോൾ ഒരു ദൃശ്യത്തിന്റെ 3ാമത്തെ ചാപ്റ്ററിന് ഒരു നല്ല ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത ഒരു പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങള് ഇത് കാണാൻ പോകുന്നതിന് മുന്നേ ഞങ്ങള് ഫസ്റ്റ് ഡേ തന്നെ കാണാമെന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ സ്പോയിലേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ
റിവ്യൂസ് പറയുമല്ലോ, Yeah. അത് ഞങ്ങൾക്ക് കേട്ട എന്നോട് കെവിൻ എപ്പോഴും പറയാം അങ്ങനെ കേട്ടിട്ട് പോലെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു മൈൻഡ് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇതിനെ ജഡ്ജ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും ഒന്നും കേട്ടില്ല. എന്നാലും ഞാൻ ഇന്ന് ചുമ്മാ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നപ്പോഴത്തേക്ക് ഈ കമന്റ്സ് ഇങ്ങനെ നമ്മൾ കാണുമല്ലോ, അതിനകത്ത് എക്സ്പെക്ട് ചെയ്ത പോലെ വന്നില്ല, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ദൃശ്യം എന്നുള്ളത് അത് തന്നെ ഒരു തേർഡ് പാർട്ടി എടുത്ത് വെച്ചേക്കുന്നു, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത് അങ്ങനെ കുറെ കണ്ടു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എന്നോട് കെവിൻ ഇറങ്ങി കഴിയുമ്പോൾ ഒരേ ഒരു കാര്യം ചോദിച്ചുള്ളൂ, വാട്ട് ഡു യു തിങ്ക് ഈ മൂവിയെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ സംഭവം തന്നെ, ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് എബോവും പോയില്ല ബിലോയും പോയില്ല. എന്ത് എക്സ്പെക്ട് ചെയ്തോ അത് തന്നെയാണ് വന്നത്. ഞാനും അതാണ് എന്റെ ഓണസ്റ്റ് ഒറ്റ ലൈൻ റിവ്യൂ. ഒറ്റ ലൈൻ റിവ്യൂ അത് തന്നെയാണ്, എനിക്കും അത് തന്നെയാണ്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലും അങ്ങനെ ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളെ അങ്ങനെ ഡിസാറ്റിസ്ഫൈ ആക്കുന്ന പരിപാടിയും ഇല്ല. കറക്റ്റ് ഒരു പ്രോപ്പർ മോഹൻലാൽ ജിത്തു ജോസഫ് പടം നമുക്ക് കണ്ട പോലെ തന്നെ തോന്നി. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഇതിനകത്ത് ആ രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനായിട്ട് എസ്തർ കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുള്ള ഇത് ഉണ്ടായിരുന്നു. എസ്തറിനും ഉണ്ട്, അൻസബയ്ക്കും ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അൻസബയ്ക്കും എസ്തറിനും ഉണ്ട്. പക്ഷേ എസ്തറിനാണ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് അത് again നമ്മളൊരു ജനറേഷണൽ ഗ്യാപ്പിന്റെ ശരിക്കും ഒരു ടോപ്പിക്ക് വരുന്നതിനകത്ത് എസ്തർ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷേ എനിക്ക് മീന അധികം ആയിട്ട് അധികം വെളിയിലേക്ക് വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ആസ് എ റെഗുലർ വീട്ടമ്മ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വട്ടം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അല്ലാതെ ഇല്ലാതെ ചുമ്മാതെ ഒക്കെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോക്കസ് പലരിലാണ് സ്പ്ലിറ്റ് ആയി പോയത്. ഒരു വ്യക്തി ജോർജ് കുട്ടി ഓബിയസ്ലി അത് ത്രൂ ഔട്ട് നമ്മൾ ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ. പക്ഷെ ബാക്കി എല്ലാവരും ഇന്ന ആള് മുന്നിൽ നിൽക്കുക, ഇന്ന ആള് പുറകെ നിൽക്കാന്നൊന്നുമില്ല, ശരിക്കും എക്സെപ്റ്റ് വൺ പേഴ്സൺ. പക്ഷെ ഞങ്ങൾ പറയത്തില്ല. ആൻഡ് ശരിക്കും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ദൃശ്യം 1-ലും ദൃശ്യം 2-ലും പാവത്താനായിട്ട് നിന്ന ആൾക്കാരെല്ലാരും വില്ലന്മാരാവുന്നു, അല്ലെങ്കിൽ ഭയങ്കരന്മാരാവുന്നു. ഭയങ്കരന്മാരായി നിൽക്കുന്നവരെല്ലാരും ഒരു സൈഡ് ക്യാരക്ടറായി മാറുന്നു. അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഈ സിനിമയുടെ ഒരു ഹോൾ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡില് സൈഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് നല്ല സ്കോർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോസിനൊക്കെ നല്ലൊരു ഇതുണ്ട് ഇതിനകത്ത്. സൈഡ് ക്യാരക്ടർ അല്ലായിരുന്നു ജോസ് കഴിഞ്ഞ വട്ടം, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സീൻസ് ഇല്ല. ഈ വട്ടം ത്രൂ ഔട്ട് കഥയിൽ ഉണ്ടായിരുന്നു. സിദ്ദിഖാവട്ടെ, പിന്നെ നമ്മളുടെ ഗീതാ പ്രഭാകരന് അധികം റോളില്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ തിരിച്ചാണ് വന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ദൃശ്യം 3യെ പറ്റി പറയാനുള്ളത്. ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ്, അത് ഒരിക്കലും പറയുന്നില്ല, മസ്റ്റ് വാച്ച് ആണ്. ആമസോൺ പ്രൈം ആണ് OTT പാർട്ട്ണർ. സോ ഇഫ് യു കൻ നോട്ട് ഗോ ടു തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ഇറ്റ്, പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ ആമസോൺ പ്രൈം. ദൃശ്യം 3 is worth watching, and especially നിങ്ങൾക്ക് നല്ല സറൗണ്ട് സൗണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കാണുക. നല്ല മ്യൂസിക്കും നല്ല രീതിയിൽ അവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സസ്പെൻസസ് ഉണ്ട്, ആൻഡ് അത് നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് അവർ റിവ്യൂ ഫോർ ദൃശ്യം 3.